ഇസ്തിഗാസക്കും തവസ്സുലിനുമൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുർബലമായ സംഭവം കൊണ്ടുവന്ന് അതിൻ്റെ സനത് മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിച്ച ഒരു സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ ആ കബളിപ്പിക്കൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പിടികൂടിയിരുന്നു. അപ്പോൾ ആ ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടി എനിക്കെതിരെ വീണ്ടും അദ്ദേഹം പല വീഡിയോകളുമായി രംഗത്ത് വന്നതായി കാണുകയുണ്ടായി. കുഴപ്പമില്ല, എന്നെ ഫ്രോഡായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ആരാണ് ഫ്രോഡ്, ആർക്കാണ് വിവരമില്ലാത്തത്, ആരാണ് മറ്റുള്ളവരുടെ നോട്ട് വാങ്ങി കബളിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് ഓരോന്നായി പിടികൂടാം. ഇമാം തബ്റാനി റളിയല്ലാഹു അൻഹു സ്വഹീഹാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിൽക്കാലക്കാരായിട്ടുള്ള ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് മാസ്റ്ററാണ്. അദ്ദേഹം മജ്മഉ സവായിദിൽ ഇത് സ്വഹീഹാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹാഫിദ് അൽ മുൻദിരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടുത്തെ തർഗീബിലും ഇത് സ്വഹീഹാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ചങ്ങാതി ഈ ദുരന്തത്തിൽ പോയി ചാടിയത്, ഈ വിവരമില്ലായ്മയിൽ പോയി ചാടിയത്? സത്യത്തിൽ ഇമാം തൊബറാനി ഈ നിങ്ങൾ ഉദ്ധരിച്ച ഈ സംഭവത്തെ സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. ഇമാം തൊബറാനി സ്വഹീഹാണ് എന്ന് പറഞ്ഞ വിഷയം വേറെയാണ്. അതേതാണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചൊരു സംഭവമുണ്ട്. ഒരു അന്ധനായ സ്വഹാബിയുമായി ബന്ധപ്പെട്ട സംഭവമാണത്. ആ സംഭവത്തിൻ്റെ സനദിനെ സംബന്ധിച്ചാണ് ഇമാം തൊബറാനി സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വിഷയം പഠിക്കാതെ വിവരക്കേട് വിളിച്ചു പറയരുത്. ഇമാം തൊബറാനി ഏതാണ് സ്വഹീഹാണെന്ന് പറഞ്ഞത്, അതിൻ്റെ പരമ്പര അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ പണ്ഡിതൻ ഇമാം തൊബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ 19ാമത്തെ വാല്യത്തിൽ അദ്ദേഹം സ്വഹീഹാണെന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പരമ്പര അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. حدثنا إدريس بن جعفر العطار قال حدثنا عثمان بن عمر بن فارس قال حدثنا شعبة عن أبي جعفر الخطمي عن أبي أمامة بن سهل بن حنيف عن عمه عثمان بن حنيف عن النبي صلى الله عليه وسلم نحوه. കണ്ടോ, ഇതാണ് അതിൻ്റെ പരമ്പര. ഇതാണ് സ്വഹീഹാണ് എന്ന് ഇമാം തൊബറാനി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഒന്നൊരു വിവരമില്ലാതെ ആരാണ് ഫ്രോഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കളവാണ്. ഒരിക്കലും ഇമാം തൊബറാനി നിങ്ങൾ പറഞ്ഞ സംഭവം സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? മജ്മഉ സവായിദിൽ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാണ്, വിവരക്കേടാണ്, മണ്ടത്തരമാണ്. മജ്മഉ സവായിദിൻ്റെ മുസന്നിഫ് ഇബ്നു ഹജർ അൽ ഹൈതമി അല്ല, മറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ച നൂറുദ്ദീൻ അൽ ഹൈതമിയാണ്. അതേപോലെ നിങ്ങൾ പറഞ്ഞു ഹാഫിദ് അൽ മുൻദിരി അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കബളിപ്പിക്കലാണ്. ഈ രണ്ട് പണ്ഡിതന്മാരും നിങ്ങൾ ഉദ്ധരിച്ച ആ സംഭവത്തെ ഒരിക്കലും സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം തൊബറാനി പറഞ്ഞ നബിയുടെ കാലത്ത് സംഭവിച്ച ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തെ ഇമാം തൊബറാനി സ്വഹീഹാണെന്ന് പറഞ്ഞതിന് എടുത്തുദ്ധരിക്കുകയാണ് അവരൊക്കെ ചെയ്തത്. നിങ്ങൾ ഇവിടെയും വീണ്ടും കബളിപ്പിക്കൽ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ജനങ്ങളോട് പറയേണ്ടത്. ഇനി നിങ്ങൾ അടുത്ത ചോദ്യവും മറ്റുള്ള ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ കൃത്യമായ നിലയ്ക്ക് ഞാൻ പറഞ്ഞുതരാം.